നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വഖഫ് ഭേദഗതി ബില്ല് പാസാക്കുന്നതോടുകൂടി കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ കളയേണ്ടി വരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എം.പി. വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ CPM PK രാധാകൃഷ്ണന്റെ പ്രസംഗത്തിലെ പരാമർശത്തിന് മാസ് മറുപടിയായാണ് സുരേഷ് ഗോപിയുടെ വിമർശനം. രാധാകൃഷ്ണന്റെ പ്രസംഗത്തിൽ സുരേഷ് ഗോപിയുടെ പേര് പരാമർശിച്ചതിൽ ക്ഷുഭിതനായിരുന്നു സിനിമാ സ്റ്റൈലിൽ സുരേഷ് ഗോപി മറുപടി പറഞ്ഞത്. വഖഫ് ഭേദഗതി ബില്ല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള നിയമസഭാ പ്രമേയം പാസാക്കിയതിനെയാണ് സുരേഷ് ഗോപി രൂക്ഷമായി വിമർശിച്ചത്. ആദ്യം ചെയ്യേണ്ടത് മൈനോറിറ്റി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ന്യൂനപക്ഷ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അത് ഓരോ വർഷവും കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ ലക്ഷ്യം കുട്ടികളുടെ വളർച്ചയോ പുരോഗതിയല്ല, മറിച്ച് അവരുടെ തകർച്ച തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ലിനെ പ്രധാനമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എതിർക്കാൻ കാരണം. സാർ, ഈ ബില്ല് ഭരണസ്ഥാപനങ്ങളിലെ സ്വയംഭരണത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ നേരത്തെ ഒട്ടേറെ നേതാക്കൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ഭരണഘടനയുടെ ലംഘനമാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നേരിട്ടുള്ള ലംഘനമാണ്. വഖഫ് സ്വത്തുക്കളുടെ നിയന്ത്രണം കേന്ദ്രീകരിക്കാനും മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങളെ ദുർബലപ്പെടുത്താനും മതപരമായ കാര്യങ്ങളിൽ സർക്കാർ അതിക്രമിച്ച് കിടക്കുന്നതിന്റെ അപകടകരമായ കീഴ്വഴക്കം സൃഷ്ടിക്കാൻ ഈ ബിൽ ഉദ്ദേശിക്കുന്നു. സർ, എല്ലാ മതവിഭാഗങ്ങൾക്കും സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 ഇവിടെ അത് ലംഘിക്കപ്പെടുകയാണ്. സർ, മുസ്ലിം സമൂഹത്തിന് അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അവകാശമുണ്ടാകും. അത് നിഷേധിക്കുന്ന സമീപനം സ്വീകരിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഈ സമീപനം സ്വീകരിക്കുന്നതെന്ന് നാം പരിശോധിക്കേണ്ടതാണ്. വഖഫ് ബോർഡുകളിലെ അമുസ്ലിമുകളെ ഉൾപ്പെടുത്തുന്നത് മുസ്ലിം സമൂഹത്തിന്റെ മതപരമായ സ്വയംഭരണത്തിലുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണ്. സാർ, ഇത് മറ്റ് സമൂഹത്തോട് അല്ലെങ്കിൽ മറ്റ് മതങ്ങളോട് ഈ സമീപനം സ്വീകരിക്കാൻ തയ്യാറാകും. ഞാനൊരു ഒറ്റ കാര്യം സൂചിപ്പിക്കുകയാണ്. സാർ, കേരളത്തിൽ ദേവസ്വം ബോർഡുകളുണ്ട്. ഒരിക്കൽ ഒരു ദേവസ്വം ബോർഡിലെ മെമ്പറുടെ പേര് ഒരു ക്രിസ്ത്യൻ പേരുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യൻ പേര് വന്നതിൻ്റെ പേരിലാണ് അത് ക്രിസ്ത്യാനിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ കലാപം നമ്മുടെ കേരളത്തിലുണ്ടായി. അതായത് ഹിന്ദു ദേവസ്വം ബോർഡിലേക്ക് 1987 ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ സമരം അന്നാണ് അവിടെ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഓരോ മതവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം. മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ഈ ശ്രമത്തിനെതിരായിക്കൊണ്ട് നമ്മുടെ നാട് ആകെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. സാർ, ഇവിടെ ഒരു കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതായത് ഈ ബില്ലിനെ അനുകൂലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം. സാർ, നമുക്കറിയാം ഹിറ്റ്ലർ ജർമ്മനിയെ എങ്ങനെയാണ് ഫാസിസത്തിലേക്ക് കൊണ്ടുപോയത്. അന്ന് ആ ഹിറ്റ്ലറുടെ ഫാസിസത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കവി മാർട്ടിൻ ലിയോൺ മുള്ളർ എന്ന് പറയുന്ന ആ കവി പിന്നീട് പറയുകയുണ്ടായി. എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന് വിലാപകാവ്യമാണ്. അദ്ദേഹം പറഞ്ഞു, അവർ ആദ്യം വന്നത് കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞു വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ അതിനെ എതിർത്തില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. രണ്ടാമത് അവർ വന്നത് സോഷ്യലിസ്റ്റുകളെ അന്വേഷിച്ചാണ് വന്നത്. അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവർ വന്നത് ട്രേഡ് യൂണിയൻ നേതാക്കളെ അന്വേഷിച്ചാണ് വന്നത്. അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റ് അല്ല. പിന്നീട് അവർ അന്വേഷിച്ച് വന്നത് ജൂതന്മാരെ അന്വേഷിച്ചാണ്. അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. എന്നാൽ അവസാനം അവർ വന്നത് എൻ്റെ അടുത്തേക്കാണ്, എന്നെ അന്വേഷിച്ചാണ് വന്നത്. അപ്പോഴേക്കും എനിക്ക് വേണ്ടി പറയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി.
അതുപോലെ തന്നെയാണ് ഈ ബില്ലിനെ അനുകൂലിക്കുന്നവർക്ക്. Sir, I definitely do want to keep the decorum of the House and also the position that I am in. But unnecessarily, my name was taken to rake up a certain situation which is worming in the state of Kerala. Right. I will tell you, these people in the Assembly of Kerala have passed a resolution. Tomorrow, after the Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. The people of Kerala. Okay. Sir, Thank you. I cannot yield. I will not yield. I will not yield. Thank you. No. വഖഫ് ഭേദഗതി ബില്ലിലൂടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് കെ രാധാകൃഷ്ണൻ എം പി ലോക്സഭയിൽ പറഞ്ഞത്. 1987 ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തെക്കുറിച്ച് പറയുന്നതിനിടയിലാണ് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കെ രാധാകൃഷ്ണൻ പറയുന്നത്. സുരേഷ് ഗോപിയുടെ പേര് പരാമർശിച്ചതിനെ തുടർന്ന് ചെയറിലുണ്ടായിരുന്ന ദിലീപ് സൈക്കിയ അദ്ദേഹത്തിന് എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ആവശ്യമില്ലാതെയാണ് തന്റെ പേര് ഇപ്പോൾ വലിച്ചിഴച്ചത് എന്ന് പറഞ്ഞ സുരേഷ് ഗോപി കേരള നിയമസഭയിൽ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ മുങ്ങിപ്പോകുമെന്ന് മറുപടി പറയുകയും ചെയ്തു. കെ രാധാകൃഷ്ണൻ മലയാളത്തിലാണ് വഖഫ് ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ സംസാരിച്ചത്. തന്റെ പ്രസംഗത്തിൽ 1987 ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തെക്കുറിച്ച് പറയുന്നതിനിടയിലാണ് കെ രാധാകൃഷ്ണൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സഭയിലിരുന്ന് ഇത് കേൾക്കുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചത്. കേരളത്തിലെ ദേവസ്വം ബോർഡിലെ ഒരംഗത്തിന്റെ പേര് ക്രിസ്ത്യൻ പേരുമായി സാമ്യം വന്നതിന്റെ പേരിൽ അവർ ക്രിസ്ത്യാനിയാണ് എന്ന് തെറ്റിദ്ധരിച്ച വലിയ കലാപം ഉണ്ടായി. 1987 ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ വലിയ സമരം അന്നാണ് നടത്തിയത് എന്നാണ് രാധാകൃഷ്ണൻ പറഞ്ഞത്. ഇക്കാര്യം പറയുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് എന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. പരാമർശിച്ചതിനെ തുടർന്നാണ് ചെയറിലുണ്ടായിരുന്ന അദ്ദേഹം സുരേഷ് ഗോപിയുടെ വിശദീകരണം ചോദിച്ചത്. ആവശ്യമില്ലാതെയാണ് തന്റെ പേര് വലിച്ചിഴച്ചത് എന്നും കേരള നിയമസഭയിൽ ഇവർ ഒരു പ്രമേയം പാസാക്കിയിരുന്നു. നാളെ രാജ്യസഭയിലെ തീരുമാനത്തിന് ശേഷം ആ പ്രമേയം അറബിക്കടലിൽ മുങ്ങിപ്പോകും. നിങ്ങൾ അതിനായി കാത്തിരിക്കൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിന് പിന്നാലെ പ്രതിപക്ഷത്ത് നിന്ന് ബഹളം ഉയർന്നിരുന്നു. ഇതോടെ സുരേഷ് ഗോപിയും ചേർത്ത് നിന്നു. അതേസമയം മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കുകയാണെന്ന വഖഫ് ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ അജണ്ടയെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. ആരോപിച്ചു. ന്യൂനപക്ഷത്തിനെതിരല്ല ബില്ലെന്ന് കിരൺ റിജിജു പറയുന്നത് കുറ്റബോധം കാരണമാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ വിഭജിക്കുകയാണ് ബി.ജെ.പി. ചെയ്യുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ട വഖഫ് ഭേദഗതി ബില്ലിനെ പ്രതിപക്ഷ ഇന്ത്യ സഖ്യ പാർട്ടികൾ ഒറ്റക്കെട്ടായി എതിർക്കുകയായിരുന്നു. കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ച ബില്ലിനെ എതിർത്ത് സംസാരിക്കാൻ ആദ്യം നിയോഗിക്കപ്പെട്ടത് കോൺഗ്രസിന്റെ എം.പി. ഗൗരവ് ഗൊഗോയി ആയിരുന്നു. വഖഫ് ഭേദഗതി ബില്ലിലൂടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഭരണഘടനയെ ദുർബലമാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഗൗരവ് ഗൊഗോയി ആരോപിച്ചത്. ബില്ല് ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്നുവെന്നും ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നും ഇന്ത്യൻ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നുണ്ടെന്നും ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കുന്നുണ്ട് എന്നായിരുന്നു ഗൊഗോയിയുടെ പ്രസംഗം. ബില്ലിന്മേൽ വിശദമായ ചർച്ച നടത്തുന്നു എന്ന കേന്ദ്രമന്ത്രിയായ അമിത്ഷായുടെയും കിരൺ റിജിജുവിന്റെയും അവകാശവാദം ഗൊഗോയി തള്ളി. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഒരു ഭേദഗതി പോലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. വഖഫിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തവരെ പോലെ എപ്പോഴും JPC-യിലേക്ക് വിളിച്ചു. ഇന്നൊരു സമുദായത്തിന്റെ വസ്തുക്കളെ ലക്ഷ്യം വെക്കുന്നു. സർക്കാർ നാളെ മറ്റുള്ളവർക്കെതിരെ തിരിയുമെന്നും ഗൊഗോയി ആരോപിച്ചു. അതേസമയം NDA ഘടകകക്ഷികളായ TDPയും JDUവും ബില്ലിനെ അനുകൂലിച്ചു. മുസ്ലിം ന്യൂനപക്ഷ ക്ഷേമത്തോടുള്ള പ്രതിബദ്ധത മൂലമാണ് തങ്ങൾ ബില്ലിനെ അനുകൂലിക്കുന്നത് എന്ന് TDP MP കൃഷ്ണപ്രസാദ് തന്നേടി സഭയിൽ പറഞ്ഞു. പാർട്ടി രൂപവൽക്കരിച്ച കാലം മുതൽ ന്യൂനപക്ഷ ക്ഷേമം തങ്ങളുടെ പ്രഥമ പരിഗണനയായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വഖഫ് ബില്ല് മുസ്ലിം വിരുദ്ധതയാണ് എന്ന JD നേതാവ് ലലൻ സിംഗ് അഭിപ്രായപ്പെട്ടു. ബില്ലിനോട് എതിർപ്പ് ഉന്നയിക്കുന്ന പ്രതിപക്ഷ കക്ഷികളെ ലലൻ സിംഗ് രൂക്ഷമായി വിമർശിച്ചു. ബില്ലിനെ എതിർക്കുന്നവർ ഒരിക്കൽ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ വഖഫിലൂടെ കൈവശം വയ്ക്കുന്ന സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.